ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 50-ാം സങ്കീർത്തനത്തിൻ്റെ 20-21 വാക്യങ്ങൾ. നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിൻ്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. വയോധികനായ ആ ധനികന് കേൾവി നഷ്ടപ്പെട്ടിരുന്നതിനാൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കാതിനുള്ളിൽ വയ്ക്കാവുന്ന ഒരു ശ്രവണ സഹായി, ഹിയറിംഗ് എയ്ഡ് വെച്ച് കേൾവി ശരിപ്പെടുത്തി. 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം അത് വാങ്ങിയ ഷോപ്പിൽ ചെന്ന് ശ്രവണ സഹായം നല്ലതായിരുന്നുവെന്നും ഇപ്പോൾ തനിക്ക് എല്ലാം നന്നായി കേൾക്കുവാൻ കഴിയും എന്നും പറഞ്ഞു. അപ്പോൾ ഷോപ്പ് ഉടമ പറഞ്ഞു, ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കുമല്ലോ. വൃദ്ധൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഈ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മുറിയിലിരുന്ന് അവർ സംഭാഷിക്കുന്നതെല്ലാം എനിക്ക് കേൾക്കാം. അതിനാൽ ഞാൻ ഇതിനോടകം 2 പ്രാവശ്യം വിൽപത്രം മാറ്റി എഴുതേണ്ടി വന്നു. മറ്റുള്ളവർ പറയുന്നതെല്ലാം കേൾക്കാൻ കഴിയാതിരിക്കുന്നതല്ലേ നല്ലത്? മറ്റുള്ളവർ പലപ്പോഴും നമ്മെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു എന്ന് വരാം. നാമും മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളവർ തന്നെയല്ലേ? സ്വന്തം ഭവനത്തിലുള്ളവരെയും അയൽക്കാരെയും ഓഫീസിലുള്ളവരെയും പിന്നെ നാം അറിയുന്ന എല്ലാവരെയും കുറിച്ച് നമ്മിൽ മിക്കവരും അപവാദങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് മിക്കവർക്കും ഒരു രസമാണ്, കേൾക്കാൻ അതിനേക്കാളും രസം. എന്നാൽ ഇത്തരം അപവാദങ്ങൾ പറയാതെയും ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാതെയും ഇരിക്കുവാൻ നമുക്ക് കഴിയുമോ? കേൾവി ശക്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഉണ്ടെങ്കിലും അതിന് ചെവി കൊടുക്കാതിരിക്കുന്നത് എത്ര നല്ലതാണ്. ഇങ്ങനെ അപവാദം പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ ദോഷം വരുത്തി വയ്ക്കുന്നതാണ്. പറയുന്നവർക്ക് തന്നെ ദോഷകരമായി ഭവിക്കുന്ന ഒരു ബൂമറാങ് ആണ് അപവാദം എന്നത് നാം ഓർക്കാറില്ല. ആരെക്കുറിച്ച് നാം അപവാദം പറയുന്നുവോ നാം അങ്ങനെ പറഞ്ഞു എന്ന കാര്യം അവർ ഒരിക്കലും കേൾക്കുവാനോ അറിയുവാനോ നാം ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ അപവാദങ്ങൾ പറയുമ്പോൾ നാം അവരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന ഒരു ഭാവം നമ്മുടെ മനസ്സിലുള്ളത് കാണുവാൻ കഴിയും. അവരെക്കുറിച്ച് നാം അപവാദം പറയുമ്പോൾ നമ്മുടെ കുറവുകളെ യഥാർത്ഥത്തിൽ മറച്ചു വയ്ക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ ന്യൂനതകൾ മറ്റുള്ളവർ അറിയുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ മറ്റുള്ളവരുടെ ന്യൂനതകളും കഴിവുള്ളിടത്തോളം പരസ്യമാക്കാതിരിക്കുന്നതല്ലേ ശരി? ഇങ്ങനെ നാം അപവാദങ്ങൾ പറയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകൃതമാണ് വെളിപ്പെടുത്തുന്നത്. അതിനാൽ മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ അതിന് ചെവി കൊടുക്കാതിരിക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം, കുറവുള്ളവരെ കരുതാം, നമ്മെപ്പോലെ എല്ലാവരെയും ബഹുമാന്യരായി പരിഗണിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയുടെ സ്തോത്രം. മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ നീതിയോടും നിർമ്മലതയോടും സ്നേഹത്തോടും കൂടി അവരോട് ഇടപെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരുടെ ന്യൂനതകൾ കാണുമ്പോൾ ദൈവമേ അവരെ പറ്റിയുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തുവാനായിട്ടല്ല, ദൈവമേ അവർ സ്നേഹത്തോടുകൂടെ ഇടപെടുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.